വായോ നമുക്കൊരു ഇലയുടെ ഉണ്ടാക്കാം. ഗോതമ്പ് മാവ് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടി ഇട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴയ്ക്കുക. ഒരുപാട് ലൂസ് ആവേണ്ട, ഒരു മീഡിയം പരുവത്തിന്. കുറച്ച് വാഴയില വാട്ടിയെടുത്ത് വയ്ക്കുക. പിന്നെ തേങ്ങ, ശർക്കര, ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കുഴച്ച് വെച്ച മാവ് കുറച്ച് ഉരുളകളായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി വയ്ക്കാം. അത് എന്തിനാണ് എന്ന് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇല വാട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കീറി പോവും. അതുകൊണ്ടാണേ. അപ്പോൾ ഇതാണ് മെയിൻ താരം. ഇതെന്താന്ന് മനസ്സിലായല്ലോ. ഇത് നമ്മുടെ പൂരി മേക്കറാണേ. അപ്പോൾ ഇത് കണ്ടാണ് നമ്മളിന്ന് ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ചപ്പാത്തിക്കുന്നത് കുഴച്ചപ്പോഴത്തേക്കും ഇതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തുടങ്ങാം. ഇതാ വെച്ചൊന്ന് പിടിക്കടാ. ഇതാ എണ്ണ പുരട്ടാത്തൊരില ആദ്യം വയ്ക്കുക. വെച്ചിട്ട് ഒരു ബോൾസ് ഇങ്ങനെ എടുത്ത് വയ്ക്കണം. കയ്യിലൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് എണ്ണ പുരട്ടിയ ഇല അതിൻ്റെ മുകളിൽ ഇങ്ങനെ കമിഴ്ത്തി വയ്ക്കുക. അടച്ചു കൊടുത്ത് പ്രസ് ചെയ്യുക. എന്നിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിലോട്ട് കുറച്ച്, ഒരുപാട് വേണ്ട, ഞാൻ ഒരുപാട് ശർക്കര ചേർത്തിട്ടുണ്ടേ. മതിയോ? ഇത് കറക്റ്റ് ലെവലിൽ പിടിച്ച് മടക്കിയെടുക്കുക. ശർക്കര പുറത്തു പോകരുത്, സൈഡ് ഒട്ടിച്ച് തന്നെ എടുക്കണം, അല്ലെങ്കിൽ വേഗം ടേസ്റ്റ് കിട്ടത്തില്ല. ഇങ്ങനെ ഒട്ടിയിരിക്കണം. നമ്മൾ കൈയിട്ടത് ഞെക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആവി കയറുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ശർക്കരയെല്ലാം പുറത്തു പോകും. അപ്പോൾ ഇനിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ച് കഴിക്കുന്നത് കാണാം. ഓക്കെ. ഇതുണ്ടാക്കുന്നതിനിടയ്ക്ക് എൻ്റെ കൈയുടെ നഖം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കരിപ്പാത്രം തേച്ചതാണ് കേട്ടോ, എന്നിട്ട് കഴുകിയിട്ടത് പോയില്ല. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കണ്ട, മുൻകൂട്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇഡ്ഡലി കൂട്ട് അടുപ്പിൽ വയ്ക്കാവേ. പുകയൊക്കെ വരും, സ്വാഭാവികം. ഫസ്റ്റ് തട്ട് വേണം. ഒന്ന് നിർത്തിക്കോ. എൻ്റെ ദൈവമേ, ഇപ്പം കത്തി പിടിച്ചേനെ. ഇത് തുറക്കണമെങ്കിൽ കുറച്ച് കത്തുകൂട്ടി പിഴിയാൻ പറ്റണം കേട്ടോ, എന്നാലേ എൻ്റെ ഇഡ്ഡലി പാത്രം തുറക്കത്തുള്ളൂ. അത് സാഹസികമായി ഒരെണ്ണം എടുക്കാം. വേണ്ട, അതിന് ഭംഗിയില്ല. ഭംഗിയുള്ളത് നോക്കിയെടുക്കും. കിട്ടിപ്പോയി. ഇവിടെ വെച്ചെന്നെ ഉദ്ഘാടനം ചെയ്യാം. ഉദ്ഘാടനം തുടങ്ങിയിരിക്കുന്നു. അപ്പോ ചൂടാണ്, ചൂട്, ഭയങ്കര ചൂട്. അതുകൊണ്ട് നമ്മൾ കത്രികയ്ക്ക് പകരം സ്പൂണാണ് ഉപയോഗിക്കുന്നത്. കത്രികയോ? കത്രിക വെച്ചിട്ട് ഉദ്ഘാടനം നടത്തുന്നത്. അയ്യോ, എൻ്റെ കൈ പൊള്ളുന്നു. എന്നിട്ട് അടുത്തോട്ട് പിടിച്ചേ. കൈ കണ്ട് ചുമന്ന് ചൂടായിട്ട്. നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടായി കാണിക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ കൈ പുള്ളി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ, ബൈ.